നീറ്റിന്റെ റിസൾട്ട് വരുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ ഒബ്വിയസ്ലി പേപ്പർ ചെക്ക് ചെയ്യുമല്ലോ. അപ്പൊ ഒരു 500 റേഞ്ചിലായിരുന്നു മാർക്ക് കണ്ടിരുന്നത്. അപ്പൊ തന്നെ ഉറപ്പായി ഒന്നെങ്കിൽ ഇവിടെ പ്രൈവറ്റ് അല്ലെങ്കിൽ റീ റിപ്പീറ്റ്. വിദേശത്ത് പോകുന്ന കുട്ടികളൊക്കെ പൊട്ടന്മാരാണെന്നുള്ളൊരു സാധനം നാട്ടിലുണ്ട്. സീരിയസ്ലി പ്രൈവറ്റ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അല്ല. ഇവിടുത്തെ പ്രൈവറ്റ് ഓഫീസ് സ്റ്റാഫ് ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഇതിലോട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അനാട്ടമിന്റെ ബിൽഡിംഗ് വേറെയുണ്ട്, സർജിക്കൽസ് വേറെയാണ് നടക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു മെഡിസിൻ എന്ന് പറഞ്ഞ ക്ലാസ്, അത് മെഡിസിൻ്റെ ക്ലാസ് നടക്കുന്നത് വേറെ ക്യാമ്പസിലാണ്. പിന്നെ നമുക്ക് ഇതുണ്ട്, ക്ലിനിക്കൽസ് ഉണ്ട്. ക്ലിനിക്കൽ എക്സ്പോഷർ വളരെ, അതായത് നമ്മളിപ്പോൾ പോകുന്നതിൻ്റെ മുന്നേ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഫസ്റ്റ് ഇയർ തന്നെ എങ്ങനെ കിട്ടാനാണ് ക്ലിനിക്കൽ എക്സ്പോഷർ. ഞാനും വിചാരിച്ചിരുന്നു. ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യമായാലും വളരെ ക്ലിയർ ആയിട്ട് ഇതിന് വേണ്ടിയിട്ടാണ് എങ്ങോട്ടാണ് പേ ചെയ്യേണ്ടത് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് അതന്നെ വലിയൊരു ആശ്വാസമാണ്. ഹായ്, ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് താഷ്കന്ത് മെഡിക്കൽ അക്കാദമിയിൽ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള കോഴിക്കോട് നിന്നുള്ള ശ്രീലക്ഷ്മിയാണ്. ഹായ്. ശ്രീലക്ഷ്മി വിന്റർ വെക്കേഷന് വേണ്ടി നാട്ടിൽ വന്നാണ്. അപ്പോൾ 2 ദിവസം കൊണ്ട് തിരിച്ചു പോകാണ്ടി നിൽക്കണം. അപ്പം ജസ്റ്റ് നമ്മളെ ഓഫീസിലൊന്ന് വിളിച്ചു വരുത്തിയാണ്. എന്തൊക്കെയാണ് താഷ്കന്തിലെ വിശേഷങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചാണ്. എന്നാ ഇപ്പോൾ തിരിച്ചു പോകണേ? 2 ദിവസം കൊണ്ട് പോലെ 26-ാം തീയതി മോർണിംഗ് ഫ്ലൈറ്റിന് പോലെ. എങ്ങനെയുണ്ട് താഷ്കന്തിലെ അവസ്ഥകൾ, കാര്യങ്ങൾ? അടിപൊളിയാണ് സത്യമായിട്ടും. ലൈക്ക് പോയ സമയത്ത് ഭയങ്കര പേടിയായിരുന്നു, എങ്ങനെയായിരിക്കും. 6 ഇയേഴ്സ് എന്ന് പറയുന്ന വലിയൊരു ടൈം ഗ്യാപ്പ് അല്ലേ. പക്ഷെ അവിടെ പോയ ഒരു 1 വീക്ക് കൊണ്ട് തന്നെ ഫുൾ സെറ്റ് അടിപൊളിയായി. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ അടിപൊളിയാണ്. നല്ല ഫ്രണ്ട് സർക്കിൾ. എനിക്ക് തോന്നുന്നു എന്റെ ലൈഫിൽ കിട്ടിയിട്ടുള്ള വെച്ചിട്ട് ഏറ്റവും നല്ല ഫ്രണ്ട് സർക്കിൾ അവിടെ നിന്നായിരുന്നു. ഇപ്പൊ നാട്ടിലില്ലേ? നാട്ടിലെവിടെയായിരുന്നു വീട്? നാട്ടില് മാവൂര്. എനിക്ക് തോന്നുന്നു നീറ്റ് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടാണ് താഷ്കന്ത് മെഡിക്കൽ അക്കാദമി ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ നമ്മളില്ലേ താഷ്കന്ത് മെഡിക്കൽ അക്കാദമിയിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികളുണ്ടാവുമല്ലോ, നമ്മൾ ഈ വീഡിയോ അവർക്ക് കൂടി ഹെൽപ്ഫുൾ ആവണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ താഷ്കന്ത് മെഡിക്കൽ അക്കാദമിയിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ശ്രീലക്ഷ്മിക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവുമല്ലോ. എങ്ങനെയായിരിക്കും അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്? ഇന്റർവ്യൂ ഭയങ്കര വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ഈ ഇന്റർവ്യൂവിനെ പറ്റി കുറേ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. താഷ്കന്ത് മെഡിക്കൽ അക്കാദമിയിലെ ഇന്റർവ്യൂ എങ്ങനെയാണ്, ടഫാണോ, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ശ്രീലക്ഷ്മി ആദ്യം തന്നെ താഷ്കന്ത് മെഡിക്കൽ അക്കാദമിയെ കുറിച്ച് എങ്ങനെയാണ് റിസർച്ച് ചെയ്തത്? അതായത് ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് പോവാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എങ്ങനെ എത്തിയത്? ഓക്കെ, അപ്പോൾ നീറ്റിന്റെ റിസൾട്ട് വരുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ ഒബ്വിയസ്ലി പേപ്പർ ചെക്ക് ചെയ്യുമല്ലോ. അപ്പൊ ഒരു 500 റേഞ്ചിലായിരുന്നു മാർക്ക് കണ്ടിരുന്നത്. അപ്പൊ തന്നെ ഉറപ്പായി ഒന്നെങ്കിൽ ഇവിടെ പ്രൈവറ്റ് അല്ലെങ്കിൽ റീ റിപ്പീറ്റ്. നീറ്റിൽ 500 ഉണ്ടായിരുന്നു. 500 മുകളിലുണ്ട്, 580 ഉണ്ടായിരുന്നു. 580 മാർക്സ് ഉണ്ട്. പക്ഷെ ജനറൽ കാറ്റഗറിയാണ്. റിസർവേഷൻസ് ഉണ്ട്, ഒബ്വിയസ്ലി കിട്ടില്ല എന്ന് ഉറപ്പാണ്. അപ്പൊ അങ്ങനെ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള എന്താ വെച്ചാല് വിദേശത്ത് പോകുന്ന കുട്ടികളൊക്കെ പൊട്ടന്മാരാണെന്നുള്ളൊരു സാധനം നാട്ടിലുണ്ട്. സീരിയസ്ലി റിയാലിറ്റി പറയുകയാണെങ്കിൽ ശ്രീലക്ഷ്മിക്ക് 580 മാർക്ക് നീറ്റിൽ സ്കോർ ചെയ്ത കുട്ടിയാണ്. അങ്ങനെയുള്ളൊരു കുട്ടിയാണ്. റിസർവേഷൻ ഒബ്വിയസ്ലി നമ്മുടെ നാട്ടിലാണ് കുറേ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു മാർക്കിൽ എന്തായാലും ഒക്കെ കിട്ടൂല. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ശ്രീലക്ഷ്മി എന്ത് ചെയ്യണത്, വിദേശത്ത് പോയിട്ട് പഠിക്കാമെന്നുള്ള ഒരു റിയാലിറ്റിക്ക് അല്ലെങ്കിൽ അത് ആ ഒരു ഇതിലേക്ക് ശരിക്കും വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി മനസ്സിലാക്കാനുള്ളത്, വിദേശത്ത് പോകുന്ന കുട്ടികളും പഠിക്കുന്ന കുട്ടികളും തീരെ വിവരമില്ലാത്ത മനുഷ്യന്മാരാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ പോയിട്ട് എങ്ങനെയോ പഠിച്ച് ഡോക്ടറായിട്ട് വരിക എന്നുള്ള ആ ഒരു നാട്ടിലുള്ള ഒരു എന്താ പറയുക കിംവദന്തി ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ആ ഒരു ഡിസിഷൻ പറയുന്ന സമയത്തിന് എല്ലാവരും നീറ്റിന് മാർക്കില്ലല്ലേ, നീറ്റിന് പൊട്ടിയല്ലേ, ആ സംഭവം നമ്മളടുത്ത് ആദ്യം ചോദിക്കും. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം. കാരണം ഇവിടെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് പ്രൈവറ്റ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അല്ല ഇവിടുത്തെ പ്രൈവറ്റ്. ഏകദേശം 30-35 ലക്ഷം രൂപ ഇവിടെ ഒരു വർഷത്തേക്ക് വരുന്നുണ്ട്, ഒരൊറ്റ ഇയറിന്. പിന്നെ അതിലായിട്ട് എക്സ്ട്രാ ഫീസ് വേറെ, അക്കാഡമിക്കലി വേറെ കുറെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസിഷൻ റിലേറ്റീവ്സ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീറ്റിന് മാർക്കില്ല, ഇതാണ് അങ്ങനെ പോയി പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, അതാണ് പഠിക്കുകയാണെങ്കിൽ നീറ്റ് പഠിച്ചിട്ട് തന്നെ ഡോക്ടർ ആവണം. നീറ്റ് കിട്ടിയില്ല എന്നുള്ളത് ഒരിക്കലും നമ്മളെ ഡ്രീം അച്ചീവ് ചെയ്യാണ്ടിരിക്കാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ പരിമിതമായ സീറ്റാണുള്ളത്. 20-22 ലക്ഷം കുട്ടികൾ എക്സാം എഴുതുന്നുണ്ട്. അതിന് കൂടുതൽ റിസർവേഷൻസ് ഉണ്ട്. പിന്നെ ചില കുട്ടികൾക്ക് ഇപ്പോൾ 580 ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ശ്രീലക്ഷ്മിക്ക് എന്തായാലും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ കയറാൻ പറ്റും. മെറിറ്റിൽ എന്തായാലും കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, യെസ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഏകദേശം 30-35 ലക്ഷം രൂപ പെർ ഇയർ. കേരളത്തിൽ എനിക്ക് 10-12 ലക്ഷം അല്ലേ വരുന്നത്? ഏകദേശം വരുന്നുണ്ട്. 9 lakhs എന്തായാലും വരും. പിന്നെ ഹോസ്റ്റല് കാര്യങ്ങളൊക്കെ ആയിട്ട് 10-12 ലക്ഷം രൂപ. പിന്നെ അവിടെ ലാബ് യൂസ് ചെയ്യുന്നതൊക്കെ വേറെ എമൗണ്ട് ആയിട്ട് വരും. അതുകൊണ്ടാണ് പ്രൈവറ്റ് നോക്കുകയും ചെയ്യാഞ്ഞത്. പിന്നെ റീ റിപ്പീറ്റ് ആയിരുന്നു ഓപ്ഷൻ. എനിക്ക് ഫിസിക്സിൽ, മാത്സ്, ന്യൂമറിക്കൽസ് എന്നെ കൊണ്ട് കഴിയില്ല. എനിക്കറിയാം, എൻ്റെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് അതാണ്. പിന്നെ ആ ഒരു സംഭവം നമ്മൾ മനസ്സിലുണ്ടായിട്ട് പിന്നെ റീ റിപ്പീറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് വെറുതെ 1 ഇയറും കൂടെ വേസ്റ്റ് ആവുമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇനി എന്ത് ഓപ്ഷൻ എന്നുള്ളത് ചിന്തിക്കുന്നത്. അപ്പോഴാണ് എബ്രോഡ് MBBS ആക്ച്വലി എൻ്റെ ഒരു അങ്കിൾ പറഞ്ഞിട്ടുള്ള ആ വഴിക്കാൻ പോയത്.
അപ്പോൾ എബ്രോഡ് MBBS എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മൈൻഡിൽ വന്നിട്ടുണ്ടായിരുന്നത് ജോർജിയ ആയിരുന്നു. പക്ഷെ ജോർജിയയിൽ എന്തോ 8 years ഉണ്ട്, അങ്ങനെ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് എന്താണ് ആ സമയത്ത് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഉസ്ബെക്കിസ്ഥാൻ എന്നുള്ളൊരു സ്ഥലവും അതിന്റെ MBBS കാര്യങ്ങളൊക്കെ വരുന്നത് മനസ്സിലാക്കിയത്. ഓക്കെ. അപ്പോൾ എന്താ പറയാ, അത് കഴിഞ്ഞിട്ട് ഡോക്ടർ എക്സ്പെർട്ട് എജുലിങ്സിന്റെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലേക്ക് കിടക്കുന്നുണ്ട്. ആദ്യം വേറെ ഏജൻസിന്റെ കണ്ടിരുന്നു, പിന്നെയാണ് സാറിന്റെ വീഡിയോ കാണാൻ തുടങ്ങിയത്. യൂട്യൂബിൽ ഇപ്പൊ കുറെ ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഏജൻസീസ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഏത് ഏജൻസി പറയുന്നില്ല, കണ്ടിരുന്നു, അങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ അവിടുത്തെ ഫീസ് സ്ട്രക്ചർ കേട്ടപ്പോൾ എന്തോ ഒരു ഇതായിട്ട് തോന്നി. പിന്നെയാണ് ഓഫീസിലേക്ക്, അതായത് ഡോക്ടർ എക്സ്പെർട്സിന്റെ ഓഫീസിലേക്ക് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ വീഡിയോ കണ്ട് ഞാൻ അട്രാക്ട് ആവാനുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് തന്നെയാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പൊ വേറെ പഠിക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ ഒരു ഇത് മനസ്സിലാവുന്ന ഡോക്ടേഴ്സിന് തന്നെ ആയിരിക്കുമല്ലോ. സെയിം ഫീൽഡ് ആകുമ്പോൾ ഉറപ്പായിട്ടും ഏറ്റവും നന്നായിട്ട് ഗൈഡൻസ് തരാൻ പറ്റുന്നത് ഒരു ഡോക്ടർക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഓഫീസിലേക്ക് കോൺടാക്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആയിഷ മാം ആണ് ഫസ്റ്റ് എന്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. മാം അത്രയും നന്നായിട്ട്, എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ മാമിന്റെ ആ ഒരു ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഓഫീസ് സ്റ്റാഫ് ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഇതിലോട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. മാം അത്രയും നന്നായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും പോയിന്റ് ടു പോയിന്റ് പറഞ്ഞു തന്ന് എപ്പോൾ നമ്മൾ വിളിക്കാനും അവൈലബിൾ ആയി, ഇനി അപ്പോഴല്ലെങ്കിൽ തിരിച്ചു വിളിച്ച് മാം വളരെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഏജൻസി ഫൈനലൈസ് ചെയ്തത്. പിന്നെ സാറിൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. അങ്ങനെയാണ് ഈ ഏജൻസി ഫൈനലൈസ് ചെയ്തത്. പിന്നെയാണ് ഇന്റർവ്യൂവിന്റെ കാര്യം പറയുന്നത്. മാം കുറച്ച് PDF കാര്യങ്ങളൊക്കെ അയച്ചു തന്നിരുന്നു. അത് ജനറൽ ബയോളജി, കെമിസ്ട്രി. ഇന്റർവ്യൂ ആണ് ഞാൻ ഇതിൽ ഒന്നുകൂടി സ്ട്രെസ് ചെയ്തിട്ട് ചോദിക്കണം. കാരണം ഇന്റർവ്യൂ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആണല്ലോ. ഇന്റർവ്യൂവിന് എങ്ങനെയാണ് ശ്രീലക്ഷ്മി എൻകൗണ്ടർ ചെയ്തിട്ടുള്ളത്? ഇന്റർവ്യൂ ഞാൻ റീസെന്റ് നീറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് എനിക്ക് ഇന്റർവ്യൂ വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. കാരണം നമ്മൾ പഠിക്കുന്ന ബയോളജി തന്നെയായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്, സെൽ സൈക്കിൾ, സെൽ ഡിവിഷൻ. ബേസിക്കലി ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂവിൽ സമയത്ത് ഇരിക്കുന്നതാണ് കുട്ടികളെ ബേസിക് കാര്യങ്ങളെ ചോദിക്കണുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു അത്രയും അറിയാത്ത ആൾക്കാരാണ് ഇന്റർവ്യൂവിൽ ഫെയിൽ ആവണുള്ളൂ. അതും നമ്മളിപ്പോ ഒരു ആൻസർ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരു ചാൻസും കൂടെ തരുമെന്ന് ചോദിച്ചാൽ അവർ 6 to 7 ചാൻസ് അവർക്ക് നമുക്ക് തരുന്നുണ്ട്. എന്തെങ്കിലും ഫൗൾ, അതായത് ഇപ്പോൾ ബുക്ക് നോക്കുക, അടുത്ത് എന്തെങ്കിലും ബുക്ക് തുറക്കുക, നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് കണ്ടാൽ മാത്രമേ അവര് ഇതാക്കുന്നുള്ളൂ. പക്ഷെ പിന്നെ ഒരു നല്ലൊരു ഇന്റർനെറ്റ് കണക്ഷൻ അത്യാവശ്യമാണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന വേഗത്തിൽ നമ്മൾ വിളിച്ചോളണമെന്നില്ല, ഒരുപാട് സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു ടൈം ലാഗ് നല്ലോണം, അതായത് ഇപ്പോൾ എനിക്ക് രാവിലെ ഇരുന്നിട്ട് വൈകുന്നേരം കിട്ടിയത്, ആ ഒരു ടൈം ലാഗ് പ്രശ്നമാണ്, അതില്ലാന്ന് പറയുന്നില്ല. പിന്നെ അവർ ഒറ്റ തവണയെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുള്ളൂ, ഒറ്റ തവണയെ ക്വസ്റ്റ്യൻ പറയുള്ളൂ. നമുക്ക് പിന്നെയും, കാരണം അതെന്താന്ന് വെച്ചാൽ വേറെ ഇങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാനുള്ള ടൈം പോകണ്ടെന്ന് വിചാരിച്ചിട്ട് വളരെ കുറച്ച് ഒറ്റ തവണയെ ക്വസ്റ്റ്യൻ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി ആൻസർ ചെയ്യാന്നുള്ളത്. പിന്നെ നമ്മൾ ഇവിടുന്ന് തരുന്ന മെറ്റീരിയൽസ് ഉണ്ടായിരുന്നില്ല, അതിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യത്തിൽ കുട്ടികൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇവിടുത്തെ മെറ്റീരിയൽസ് തരുമ്പോൾ അത് നിങ്ങൾ ഭയങ്കര സില്ലിയായിട്ട് കാണരുത്. നിങ്ങളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പാസ്സാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒന്ന് കൂടുതൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവ്യൂ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പക്ഷെ അത് ചില കുട്ടികൾ വളരെ സില്ലിയായിട്ട് എടുക്കും. അങ്ങനത്തെ ആൾക്കാരാണ്. അതെ. പക്ഷെ അതെന്താ അറിയും, ഒന്ന് ഇവർക്ക് ഇത് അറിയുന്ന കാര്യമായിരിക്കും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു വേറൊരു രാജ്യത്തുള്ള ആൾക്കാർ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പിന്നെ ഏതെങ്കിലും 2 കുട്ടികൾ മുന്നേ ചീറ്റ് ചെയ്യണത് എന്തെങ്കിലും കണ്ടിട്ട് 2 ഷൗട്ടൊക്കെ ചെയ്യണ കേൾക്കുമ്പോൾ കുട്ടികൾ പാനിക്കാവും. അപ്പൊ അത് നിങ്ങൾ ക്വസ്റ്റ്യൻ അവെയർ ആയി കഴിഞ്ഞാൽ ആ ഒരു വിഷയം ശരിക്കും അവിടെ വരുന്നില്ല. അവരുടെ സ്ലാങ് മനസ്സിലാവാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് സ്ലാങ് കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇംഗ്ലീഷ് തന്നെയാണ് എന്നാലും. പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന നെക്സ്റ്റ് പ്രൊസീജിയർ എന്തായിരുന്നു? ഞാനിത് ചോദിക്കണത് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ സെപ്റ്റംബർക്ക് 2024 പോയി അവിടെ എത്തിയിട്ട് ജോയിൻ ചെയ്യാൻ കഴിയാത്തൊരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം പാരൻസിന് അവെയർ ആവാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്ന് റിയൽ ആയിട്ട് അറിയണമല്ലോ. കാരണം നമ്മളെല്ലാവരും സ്റ്റുഡൻറ് വിസയിലാണ് പോയത്, യൂണിവേഴ്സിറ്റിക്ക് സ്റ്റുഡൻറ് വിസയിലാണ് എത്തേണ്ടത്. അപ്പം ബാക്കിയുള്ള പാരൻസിന് മനസ്സിലാവണം ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. അതിനാണ് ഞാൻ 1 by 1 ആയിട്ട് ചോദിക്കണത് കേട്ടോ. അപ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് അപ്പോൾ തന്നെ അഡ്മിഷൻ ലെറ്റർ വരും. ഒരു 2 days നമുക്ക് സ്റ്റുഡന്റ് വിസ ഇപ്പം നമ്മൾ വേറെ ഏതെങ്കിലും വിസയ്ക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും അത് അവർക്ക് അറിയുന്നില്ല. യൂണിവേഴ്സിറ്റി അതൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊസീജിയർ ഉണ്ട്. അതായത് നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് കൃത്യമായിട്ടും നിങ്ങൾ അഡ്രസ്സിൽ എന്ത് ചെയ്യും, അവിടുത്തെ പോലീസിൽ രജിസ്ട്രേഷൻ ഉണ്ട്. അത് നിങ്ങൾ ഇനി വിസ ചേഞ്ച് ചെയ്യാൻ പോകുമ്പോൾ പോലും എയർപോർട്ടിൽ നിങ്ങൾ എവിടേക്കാണോ താമസിക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ വിവരം അവരെടുത്തുണ്ട്. അപ്പൊ യൂണിവേഴ്സിറ്റിക്ക് നിങ്ങളെ പാസ്പോർട്ട് കിട്ടുന്നതോടുകൂടി നിങ്ങൾ എവിടെയൊക്കെ താമസിച്ചു, ഏതൊക്കെ വിസയിലാണ് വന്നത്, എത്ര സമയമായി വന്നു എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അവെയറാണ്. ചിലർ വിചാരിക്കും അത് അത്ര ബോധം. ഇവിടെ ഏറ്റവും വലിയൊരു ഫാക്ടറാണ് സ്റ്റുഡന്റ് വിസയിൽ തന്നെ പോകണം എന്നുള്ളത്.
പിന്നെ അഡ്മിഷൻ ലെറ്റർ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ അഡ്മിഷൻ സെക്യൂർഡ് ആയിട്ടുണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല അഡ്മിഷൻ ലെറ്ററിൽ QR കോഡ് ഉണ്ട്. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വെബ്സൈറ്റിലേക്ക് TMAന്റെ വെബ്സൈറ്റിലേക്ക് അത് പോകും. അത് അതിന്റെ ജെന്യൂനിറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അല്ലെ, ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ അഡ്മിഷൻ ലെറ്റർ വരും, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് അവരങ്ങനെ ചീറ്റ് ചെയ്തിട്ടുള്ള കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് തന്നെ. അപ്പൊ അഡ്മിഷൻ ലെറ്റർ വന്നത് തന്നെ നമുക്കത് ഉറപ്പിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്റർവ്യൂവിൽ സാർ പറയും പാസ്സായിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം അഡ്മിഷൻ ലെറ്റർ വന്നതിന് ശേഷം പിന്നീട് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫീസ് അടക്കാന്നുള്ളതാണ്. ഫീസ് അടച്ച് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ടെലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം വരും. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ മെഡിക്കൽ ചെയ്യും. മെഡിക്കൽ ചെയ്ത് റിപ്പോർട്ട്സ് അയച്ച് അതിന്റെ കൂടെ ടെലക്സ് കൂടി വെച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്റ്റുഡന്റ് വിസ വരുന്നത്. സ്റ്റുഡന്റ് വിസ കിട്ടി കഴിഞ്ഞിട്ടാണ് ഏതൊരു സ്റ്റുഡന്റും യൂണിവേഴ്സിറ്റിയിലേക്ക് എന്ത് ചെയ്യാം, പോവാ. പിന്നെ ഒരുവിധം എല്ലാ കാര്യങ്ങളിലുള്ള അപ്ഡേറ്റ് എന്തുണ്ട്, നമ്മുടെ യൂണിവേഴ്സിറ്റിന്റെ വെബ്സൈറ്റിൽ തന്നെ അവിടെ അഡ്മിഷൻ ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് എല്ലാ അഡ്മിഷൻസും ക്ലോസ് ആയിട്ടുണ്ട്. പക്ഷെ അതുപോലും കണ്ടിട്ട് അതുപോലും നോക്കാതെയാണ് പല കുട്ടികളും യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷനും കാര്യങ്ങളും എടുക്കുന്നത്. അങ്ങനെ എടുത്ത് പൈസ പോയവരെ അറിയാം. അപ്പൊ അതാണ് പാരന്റ്സ് അവെയർ ആവണം എന്നുള്ളതിനെ പറ്റി പറയുന്നത്. അല്ല, നമുക്കിപ്പോ സെപ്റ്റംബർ ഇൻടേക്കിൽ പോയ പല കുട്ടികളും ഫെബ്രുവരി ഇൻടേക്കിലേക്കാണ് കയറിയിട്ടുള്ളത്. എന്നിട്ട് അവരുടെ അടുത്ത് ഇപ്പൊ പറഞ്ഞു വെച്ചിട്ടുള്ള എന്താന്ന് വെച്ചാല് ഇന്റഗ്രേറ്റഡ് ബാച്ച് ആണ് ഈ സമയത്താണ്. സോ ഞാൻ സിസ്റ്റം ഒന്നും താഷ്കന്തിയിലില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് ചെയ്യുന്നത്, കുട്ടികൾ മനസ്സിലാക്കാൻ. പോയ കുട്ടികളുടെ എക്സ്പീരിയൻസുകളാണല്ലോ ബാക്കിയുള്ള ആൾക്കാർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവുക. അങ്ങനെ സ്റ്റുഡന്റ് വിസ ഒക്കെ കിട്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മളൊരു ടീമായിട്ട് താഷ്കന്ത് യൂണിവേഴ്സിറ്റിയിലെത്തി. എന്നിട്ട് താഷ്കന്തിലെ വിശേഷങ്ങൾ എന്താ, അതായത് നമ്മുടെ കേരളത്തിലെ സാധാരണ രീതിയിൽ ഒരു ഡിസംബർ മാസങ്ങളിൽ ഒരു 20 ഡിഗ്രി സെൽഷ്യസും വേനൽക്കാലത്ത് മാക്സിമം പോയാൽ ഒരു 40 ഡിഗ്രിയിലും നിൽക്കുന്ന നിങ്ങൾ പെട്ടെന്ന് പോവാണ്, താഷ്കന്തിക്ക് പോവാണ്. നിങ്ങൾ എത്തുമ്പോൾ തന്നെ അവിടെ ഏകദേശം മൈനസ് എത്തിയിട്ടില്ല, 5 ഡിഗ്രി അല്ലേ, 16 ഡിഗ്രി ആയിരുന്നു അല്ലേ പോയ ആ ഒരു വീക്ക്. വലിയ തണുപ്പും കാര്യങ്ങളും 16 ഡിഗ്രി ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇതൊന്നും എടുക്കാതെ സീനില്ലായിരുന്നു. ശരിയാ, ഒരു മിഡ് നവംബർ ആയപ്പോഴത്തേക്കാണ് സ്നോ വീഴാൻ തുടങ്ങിയത്. ഫസ്റ്റ് ഒക്കെ ഈ സ്നോ വീണാണ് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ട്രിപ്പ് ഫീൽ ആയിരുന്നു. കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്ക് നടന്നാ വീഴ മഞ്ഞ തട്ടിയിട്ട്. പിന്നെ അതാണ് സഹിക്കാൻ വച്ചു. പിന്നെ രാവിലെ 8 മണിക്കൊക്കെ ആയിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പൊ അപ്പോഴൊക്കെ എണീച്ച് പോവാന്നുള്ള, നമ്മളിവിടെ ഒരു തണുപ്പില്ല കഴിഞ്ഞിട്ട് രാവിലെ എണീറ്റ് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ എന്നിട്ടും ഞാനൊരു ദിവസം രാവിലെ നിങ്ങളുടെ അടുത്ത് പറയാണ്ട് ഞാനൊരു ദിവസം അവിടെ വന്നല്ലോ, അന്നുണ്ട് കറക്റ്റ് ടൈമിൽ ക്ലാസ്സിൽ പോകുന്നുണ്ട്. അറ്റൻഡൻസ് ഭയങ്കര കമ്പൾസറിയാണ്. അപ്പോൾ ഇപ്പൊ നാട്ടിൽ നിന്ന് എല്ലാവരും പറയും അവിടെ അറ്റൻഡൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അറ്റൻഡൻസ് ഭയങ്കര കമ്പൾസറിയാണ്. ലൈക്ക് ഒരു 3 ക്ലാസ് നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീൻ്റെ ഓഫീസിൽ പോയി പെർമിഷൻ വാങ്ങണം. ഭയങ്കര കമ്പൾസറി ആയിട്ട് തന്നെയാണ് അവർ അറ്റൻഡൻസിന്റെ കാര്യത്തിൽ ചെയ്യുന്നത്. കറക്റ്റായിട്ടുള്ള റീസൺ നമ്മൾ റീവർക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പൊ അറ്റൻഡൻസും കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പുറത്തു പോയി പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് ക്ലാസ് കട്ട് ചെയ്ത് രാവിലെ കടന്നുറങ്ങുക എന്നുള്ള പരിപാടി നടക്കില്ല. പിന്നെ താഷ്കന്ത് എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പൊ അത്യാവശ്യം സീരിയസ്നെസ് ഉള്ള കുട്ടികളായിരിക്കും ഉണ്ടാവുക. പിന്നെ ഞാൻ നേരിട്ട് കണ്ടാണ് ഇവരൊക്കെ രാവിലെ തന്നെ തണുപ്പത്ത് ക്ലാസ്സിന് പോകണൊക്കെ നേരിട്ട് കണ്ടാണ്. അപ്പൊ ഒരുവിധ പഠിത്തത്തെ കാര്യത്തിൽ എല്ലാവരും സീരിയസ് ആണ്. അതെ, നമ്മൾ ഈ ക്ലാസ്സിലുള്ളത് ഇന്ന് തന്നെ തറവാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇരുന്നാലേ. പിന്നെ അതേപോലെ നമ്മളിപ്പോ വീഡിയോയില് നമ്മളെ വീഡിയോയില് നമ്മൾ ഇപ്പൊ പുതിയൊരു വീഡിയോ വരുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് കാണിക്കുന്ന ഒരു ക്യാമ്പസ് ഏരിയകൾ ഉണ്ടല്ലോ, ശരിക്കും അത് മാത്രമാണോ താഷ്കന്ത് മെഡിക്കൽ അക്കാദമി? താഷ്കന്ത് എന്ന് പറഞ്ഞാൽ വലിയൊരു എന്താ പറയുക, ഭയങ്കരമായിട്ട് പരന്ന് കിടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ ഹോസ്പിറ്റൽസിന്റെ ക്യാമ്പസ് ആയ വേറെ, നമുക്ക് സർജിക്കൽസ് എന്താ പറയുക അനാട്ടമിന്റെ ബിൽഡിംഗ് വേറെ ഉണ്ട്, സർജിക്കൽസ് വേറെയാണ് നടക്കുന്നത്. എന്താണ് ഇൻട്രൊഡക്ഷൻ ടു മെഡിസിൻ എന്ന് പറഞ്ഞ ക്ലാസ്, അതായത് മെഡിസിൻ്റെ ക്ലാസ് നടക്കുന്നത് വേറെ ക്യാമ്പസിലാണ്. പിന്നെ നമുക്ക് ഇതുണ്ട്, ക്ലിനിക്കൽസ് ഉണ്ട്. അതാണ് അതിൻ്റെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഫാക്ടർ. അതായത് ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഫസ്റ്റ് ഇയർ ഒന്നും അങ്ങനെ ക്ലിനിക്കൽസ് കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ നമുക്ക് അവിടെ പോയ ഒരു സെക്കൻഡ് വീക്ക് മുതൽ, അതായത് സർജിക്കൽസിൻ്റെയും മെഡിസിൻ്റെ ഒക്കെ ക്ലാസ് തന്നെ നമുക്ക് പേഷ്യൻ്റ് ഇൻട്രാക്ഷൻ നല്ലോണം കിട്ടിയിട്ടുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത് പറയുക. അപ്പോൾ ലൈക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു ഇതിലാണ്, അതായത് പേഷ്യൻസിൻ്റെ അടുത്ത് പോവുക, ലൈക്ക് ക്ലിനിക്കൽസിന് റൗണ്ട്സിന് പോകുന്ന സമയത്താണ് നമുക്ക് ഈ എടുത്ത പ്രൊഫഷൻ്റെ ഒരു സീരിയസ്നെസ് നമുക്ക് അപ്പോഴാണ് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നത്. അതായത് നമ്മളെ കാണുമ്പോൾ അവർ അത്രയും കാര്യമായി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് താഷ്കന്തിൽ പോണ സമയത്ത് ക്ലിനിക്കൽ എക്സ്പോഷർ എങ്ങനെയായിട്ടുണ്ട്. ക്ലിനിക്കൽ എക്സ്പോഷർ വളരെ, അതായത് നമ്മളിപ്പോൾ പോകുന്നതിന്റെ മുന്നേ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഫസ്റ്റ് ഇയർ തന്നെ എങ്ങനെ കിട്ടാനാ ക്ലിനിക്കൽ എക്സ്പോഷർ, ഞാനും വിചാരിച്ചിരുന്നു. പക്ഷെ അവിടെ പോയപ്പോഴാണ് അത് നമുക്ക് മനസ്സിലായത്. ഞാനൊരു വോയിസിന്റെ ഒരു വ്ലോഗ് ചെയ്യുന്നുണ്ട്, അതിൽ ആ ഒരു കാര്യം നമ്മൾ കാണിക്കുന്നുണ്ട്. ശരിക്കും അവര് അവിടെ സർജറീസ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക, ആ ഒരു രീതിയിൽ ലൈവായിട്ട് അവർ കാണിച്ചു തരുന്നുണ്ട്. ക്ലീൻ ചെയ്തതായാലും അവരെങ്ങനെയാണ് അതിന് മരുന്നാട് കൊടുക്കുന്നത് എല്ലാം നമുക്ക് ലൈവായിട്ട് അവർ കാണിച്ചു തരുന്നുണ്ട്. ഫസ്റ്റ് ഇയർ മുതലേ നമുക്ക് ക്ലിനിക്കൽ എക്സ്പോഷർ അവിടെ എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതെ അതെ.
പിന്നെ നമ്മൾ ഇപ്പോൾ താഷ്കന്തിൽ ഒരു ലിവിങ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ശ്രീലക്ഷ്മി എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ പോയതുകൊണ്ട് കുറേ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ സ്ഥലങ്ങൾ കാണാൻ പോവാ. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം ചിലവ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ അറിയാലോ പുറത്തൊക്കെ പോയാൽ ഫുഡ് കഴിക്കുക അതിനൊക്കെ ഞങ്ങൾക്ക് അത്യാവശ്യം, പക്ഷെ അത് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ പറയുക, നിങ്ങൾ അധികം അവിടെ ഒരു ഗ്യാങ് ടൈപ്പ് ആയിട്ടാണ് ആൾക്കാർ, അതായത് അധികം അതായത് ഒരു നാട്ടിലൊക്കെ പഠിക്കുന്ന പോലെ തന്നെ സത്യമായിട്ടും നമുക്ക് കോളേജ് ലൈഫ് ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അത്രയും നന്നായിട്ടുള്ള ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ അവിടെ അടിപൊളിയാണ്. അപ്പൊ അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് സിറ്റിയിൽ പോയി കറങ്ങിയിട്ടൊക്കെ വരിക, ആ ഒരു സാധനം കറക്റ്റ് താഷ്കന്തിൽ കിട്ടുന്നുണ്ട്. കാരണം താഷ്കന്റ് ക്യാപിറ്റൽ സിറ്റി അല്ലേ, അപ്പൊ എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. ഉസ്ബെക്കിലെ എല്ലാ സ്ഥലങ്ങളും അങ്ങനെയാണ്. നല്ല താഷ്കന്റ് ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട് അതിന്റെ എക്സ്പോഷർ എന്തായാലും ഉണ്ട്. തീർച്ചയായിട്ടുണ്ട്. പിന്നെ പേഷ്യൻസിന്റെ ഇൻഫ്ലോ ആയാലും ഒക്കെ വളരെ കൂടുതലാവുന്നതാണ് ക്യാപിറ്റൽ ആയതുകൊണ്ട്. അപ്പൊ താഷ്കന്ത് സിറ്റി ആയതുകൊണ്ട് ഒരു സിറ്റി ലൈഫും കാര്യങ്ങളൊക്കെ മാത്രമേ ഒരു കോളേജ് ലൈഫും നിങ്ങൾ റിയൽ ആയിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ പ്രോസ്പെക്റ്റീവിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മളിപ്പോൾ മെയിൻ കൺസേൺ ആണ് ഫുഡ്, ഹോസ്റ്റൽ എന്നുള്ള കാര്യങ്ങൾ. ഇതിൽ ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് പ്രൈമറി കാര്യം അഡ്മിഷനാണ്. അതെല്ലാവരും മനസ്സിലാക്കി. ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഓൾറെഡി താഷ്കന്തിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പ്രൈമറി ആയിട്ട് നിങ്ങൾ താഷ്കന്ത് മെഡിക്കൽ അക്കാദമിയിൽ ലിമിറ്റഡ് സീറ്റാണ്, അവിടെ അഡ്മിഷൻ കിട്ടുക എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഹോസ്റ്റലും ഫുഡും. ഹോസ്റ്റലിന് ഇപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്നത് $600 പെർ ഇയറിൽ ഇപ്പോഴത്തെ ചാർജ് ചെയ്യണത്. ഇനി നെക്സ്റ്റ് ഇയറും വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് നിങ്ങൾക്കല്ല, പുതിയ കുട്ടികൾക്ക് മാത്രമല്ല. ഫുഡിന് $120 വരുന്നത്. എന്താണ് ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം? ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നല്ല ഷെഫുണ്ട്, പിന്നെ മലയാളിയായിട്ടുള്ള സ്റ്റാഫ് ഉണ്ട്, ഇത്ര ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമ്മളിപ്പോ സ്വാഭാവികമായിട്ട് പരിമിതികൾ ഉണ്ടാവും. നമ്മുടെ നാട്ടിലല്ല നമുക്ക് പല സാധനങ്ങളും അവിടെ കിട്ടില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്താണ് ഇപ്പൊ മൊത്തത്തില് ഒരു അഭിപ്രായം? സാറ് പറഞ്ഞ പോലെ ഉറപ്പായിട്ട് അത് വേറൊരു രാജ്യമാണ്. ഒരിക്കലും നമ്മുടെ കൾച്ചർ ഫോളോ ചെയ്യുന്നവരോ ഒന്നുമല്ല. അതിന്റെ ഒരു ഡിഫറൻസ് നന്നായിട്ട് ഉണ്ടായിരുന്നു. അവരുടെ നേറ്റീവ് ഫുഡ് എനിക്ക് തോന്നുന്നു നമുക്കൊന്നും ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ ഫുഡിന്റെ കാര്യം, ഹോസ്റ്റലിന്റെ കാര്യം എന്താണ്, ആ $600 കൊടുക്കുന്നത് ആക്ച്വലി വെർത്താണ്. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അവിടെ ഇപ്പോൾ എന്താ പറയുക, റൂം ആയാലും അത്യാവശ്യം നല്ല സൗകര്യമുള്ള, അവിടെ 4 ഷെയറിംഗ് ഉണ്ട്, 6 ഷെയറിംഗ് ഉണ്ട്. മുകളിലും അങ്ങനെ തന്നെ 2 ഫ്ലോറായിട്ടാണ് ഞങ്ങളുടെ ഹോസ്റ്റലുള്ളത്. പിന്നെ പുറത്തൊരു റൂമും കൂടെ ഉണ്ട് അവിടെ. പക്ഷേ ഹോസ്റ്റലിൽ നോർത്ത് ഇന്ത്യൻസും ഞങ്ങളും മിക്സ്ഡ് ആണ്. അവർക്ക് വേറെ റൂമായിട്ടാണ്. എല്ലാ സ്റ്റുഡൻസും കൂടെ മിക്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഫുഡും ആക്ച്വലി അവരുടെ കാര്യങ്ങളും കുറച്ചും കൂടി റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു മെനു ഉള്ളത്. പിന്നെ ഒരു കാര്യം, ഇതിന്റെ കൂടുതൽ നമ്മൾ ഡയറക്റ്റ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല. ശരിക്കും നിങ്ങൾക്ക് അതിനൊരു ഹയറാർക്കി, ആ ഒരു നമ്മളെ സ്റ്റുഡന്റ് എന്നുള്ള ഒരു ഹയറാർക്കി നിങ്ങൾക്ക് കിട്ടലുണ്ടോ? അതെന്താണ് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാ കാര്യത്തിലും, എല്ലാ സൗകര്യങ്ങളിലായാലും നമുക്ക് ആ ഒരു സംഭവം ആക്ച്വലി ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ വേറെ ഏജൻസി വഴി വന്നവർ പല കുട്ടികളുണ്ടോ നമ്മളടുത്ത് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മളൊക്കെ എത്രയോ നന്നായിട്ടാണ് അവിടെ ജീവിക്കുന്നത്, നമുക്ക് മനസ്സിലാവും. ഫുഡും ആക്ച്വലി ഇപ്പോൾ നമുക്ക് ഉള്ളത് കേരള മെസ്സാണ്. ഷാനവാസിക്ക നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കണം റിപ്പീറ്റേഷന്റെ ഒരു പ്രശ്നം അതിപ്പോ നമ്മുടെ നാട്ടിലൊരു ഹോസ്റ്റലിലായാലും അതുണ്ടാവുമല്ലോ. അതെ, അതെന്താണെന്നറിയോ, ഈ റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന്റെ റിയാലിറ്റി, നമുക്ക് അവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ പരിമിതമാണ്. ലിമിറ്റഡാണ്. അവിടെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. നമുക്ക് ഇവിടുത്തെ സ്പൈസസും കാര്യങ്ങളും നമുക്ക് ബൈ ഫ്ലൈറ്റ് ആണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഷിപ്പിംഗ്, കാർഗോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്, എക്സ്പെൻസ് കുറച്ച് കൊണ്ടുപോകാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ അവിടെ ഉള്ള വെജിറ്റബിൾസും അവിടെ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അതിനുള്ള സ്പൈസസും കാര്യങ്ങളും ബൈ എയർ ആണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ ബെസ്റ്റ് കാര്യങ്ങളാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. പിന്നെ ഇപ്പോൾ അവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട്. അവിടുത്തെ ഒരു കോസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത്രത്തോളം കോസ്റ്റിലാണ് ആ ഒരു രീതിയിലുള്ള ഒരു ഫുഡ് അവിടെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതൊരു ഹോസ്റ്റലിൽ കൊടുക്കുക എന്നുള്ളത് ആ ഒരു എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ എന്നാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുള്ള ഫുഡാണ് കൊടുക്കുക. നമ്മൾ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ള പോലെ തന്നെ പറഞ്ഞാൽ മതിയല്ലോ, ആ ഒരു രീതിയിലാണ് കൊടുക്കുന്നത്. ഡിന്നറൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇപ്പം ചിക്കൻ, നെയ്ച്ചോറ്, അങ്ങനെ നല്ല ടേസ്റ്റിലാണ് ആക്ച്വലി ഫുഡ്. നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഫുഡിന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഇതും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ പറയാം, നമ്മൾ പുറത്താവുമ്പോഴുള്ള പരിമിതികൾ ഉണ്ടാവുന്ന കുട്ടികൾ മനസ്സിലാക്കുക. ഇനി പുതിയ കുട്ടികൾ വരുമ്പോൾ മനസ്സിലാക്കാനാണ് ഞാൻ പറയണത്. ഫുഡ് അവിടെ പ്രശ്നമാണെന്നെല്ലാം പറയണത്. പക്ഷെ നമ്മളെ നാട്ടിൽ നിന്നുള്ള ഒരു എന്തായാലും എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ വേറെ രാജ്യത്താ പോണത്. ഒരിക്കലും ഇപ്പൊ നമ്മളിപ്പോ ഒരു ഗൾഫ് കൺട്രീസിലൊക്കെ പോവാണെങ്കിൽ നമുക്ക് പറയാം നമ്മളെ മലയാളികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇത്. അങ്ങനെയല്ല.
ഇപ്പൊ പുതിയ പോണ കുട്ടികൾ മാത്രമേ അങ്ങനെ കുറച്ച് ഇന്ത്യക്കാരുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ അത് ആ രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു പരിമിതികൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. പക്ഷെ എന്നാലും കേരളത്തിൽ നിന്നുള്ള മലപ്പുറത്ത് നിന്നുള്ള ഷാനവാസ്ഖാന്റെ ഫുഡാണ് ഇപ്പോൾ അവിടെ കൊടുക്കുന്നത്. കേരള ഫുഡ് തന്നെയാണ് ഉള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഫുഡിന്റെ ഒക്കെ കാര്യങ്ങളുള്ളത്. പിന്നെ ട്രാവലിംഗ് എങ്ങനെ? ഇപ്പോൾ വിന്ററിൽ ശ്രീലക്ഷ്മി തിരിച്ചു വന്നല്ലോ. അപ്പം ഈ ട്രാവലിംഗ് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ട്രാവലിംഗ് എനിക്ക് അത്ര ഹെക്ടിക് ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അവിടുന്ന് ഞാൻ വന്നത് 7:30 ഫ്ലൈറ്റിനാണ്. ഡൽഹി വഴിയാണ് വന്നത്. എനിക്ക് പിറ്റേ ദിവസം രാവിലെ 8 o'clock ഞാൻ ഇവിടെ കൊച്ചി നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്ര ഹെക്ടിക് ആയിട്ടൊന്നും പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് തോന്നുന്നുണ്ട്. അതിന്റെ ഒരു ചെറിയൊരു കുറച്ച് കോസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് മുൻകൂട്ടിയൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഭയങ്കര ചീപ്പായിട്ട് വന്ന കുട്ടികളുണ്ട്. അതെ, ഭയങ്കര ചീപ്പായിട്ട് അങ്ങനെ കിട്ടുന്നുണ്ട്. പെട്ടെന്ന് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. ഇപ്പൊ പിന്നല്ല പാരന്റ്സിന്റെ മെയിൻ കൺസേൺ ആണ് സേഫ്റ്റി. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ പാരന്റ്സിന് സേഫ്റ്റിനെ പറ്റിയല്ല ഒരു കൺസേൺ ഉണ്ടാവും. അപ്പൊ ആസ് എ ഗേൾ താഷ്കന്റ് സിറ്റിയിൽ ജീവിക്കാൻ സേഫ്റ്റി എന്താണ് തോന്നിയിട്ടുള്ളത്? ഉപദ്രവങ്ങൾ കാര്യങ്ങളുണ്ടോ? അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിക്ക് ഹോസ്റ്റലിൽ എങ്ങനെയാണ് പോകുന്നത്? ഈ സമയത്തൊക്കെ എന്തെങ്കിലും രീതിയിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടോ? അതൊരു പെൺകുട്ടികൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ അറിയാലോ പല ബുദ്ധിമുട്ടുകളുണ്ട്. ആ രീതിയിൽ നിങ്ങൾ അവിടെ പഠിക്കുമ്പോൾ എന്തെങ്കിലും സേഫ്റ്റി ഇഷ്യൂസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ നാട്ടിനേക്കാളും എന്തായാലും സേഫാണ് താഷ്കന്റ്, ഉറപ്പായിട്ടും. ഹോസ്റ്റലിൽ നിന്ന് പോകുന്നത് ബസ് വഴിയാണ്. പക്ഷെ അതൊരു ഫിക്സഡ് റേറ്റ് ആണ്. നമ്മൾ എങ്ങോട്ട് പോകുന്നത് ഇപ്പോൾ ഒരു 2000 സോമാണ് അവിടുത്തെ 2000 സോം. ഇതിവിടെ ഭയങ്കര ചീപ്പ് റേറ്റ് ആയിരുന്നു. ഒരു 14 or 15 സംതിങ്ങേ വരുള്ളൂ. അത് വെച്ചിട്ട് എത്ര ദൂരം വേണമെങ്കിലും, അത് മീൻ നമ്മൾ ഇവിടെ ഇപ്പോൾ സ്ഥലം ഡിപ്പെൻഡ് ചെയ്തിട്ട് അതില്ല. നമുക്ക് ഒരു ഒറ്റ ഫിക്സ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ്. പിന്നെ സേഫ്റ്റി എനിക്കിതുവരെ അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. താഷ്കന്തിലില്ല. ഇനി കുറച്ചങ്ങോട്ട് അപ്പുറത്തോട്ട് ഉസ്ബക്കിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. താഷ്കന്തിൽ ഉറപ്പായിട്ടും ഇല്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. വേറെ ഒരു കാര്യം കൂടി ഉണ്ട് ശ്രീലക്ഷ്മി. കാരണം എന്താ വെച്ചാല് ഇപ്പോൾ ശ്രീലക്ഷ്മിന്റെ സിം കാർഡ് അവിടെ പോലീസായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. IMEI നമ്പർ ചെയ്തിട്ടില്ലേ ഫോണിൽ? 2 എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ശ്രീലക്ഷ്മി പോയിട്ട് വേറൊരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ ഈ രജിസ്ട്രേഷൻ മാറ്റിയിട്ട് അവിടേക്ക് രജിസ്ട്രേഷൻ മാറ്റണം. ഇങ്ങനെ വരുമ്പോൾ ഇൻ കേസ് ശ്രീലക്ഷ്മിന്റെ ഫോൺ ഒരാൾ അടിച്ചു മാറ്റി കൊണ്ടുപോയാൽ പോലും അയാൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം അത് തിരിച്ചു കൊണ്ടുവരാൻ അയാൾക്ക് നിവൃത്തിയുള്ളൂ. ഇപ്പം ഞങ്ങൾ അവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരു മാസം ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് എടുത്ത് വരെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി താമസിച്ചിരുന്നു. ആ സമയത്ത് പോലും ഞങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ ഒരു മാസത്തേക്ക് ഞങ്ങളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് വേറെ എവിടേക്കെങ്കിലും മാറുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ മാറ്റി രജിസ്റ്റർ ചെയ്യണം. അപ്പം അങ്ങനെ നമ്മൾ ക്ലിയർലി ഡോക്യുമെന്റഡ് ആണ്. അവരുടെ ഗവൺമെന്റിൻ്റെ അടുത്ത് എവിടേക്ക് പോകണം, എവിടേക്ക് വരുന്നത്, ഫോണിൽ ഏത് സിമ്മാണ് ഉള്ളത്, വേറെ ആരോ ഉപയോഗിക്കണേ, കറക്റ്റ് ഡോക്യുമെന്റഡ് ആണ്. അതുകൊണ്ടാണ് ഈ സേഫ്റ്റി എന്നെല്ലാം മനസ്സിലാക്കണേ. പിന്നെ പൊതുവെ ഉസ്ബക്കിലെ ആൾക്കാർ നമ്മളെ കാര്യത്തിൽ ഇടപെടാൻ വരാറില്ല. പക്ഷെ ഇന്ത്യൻസിന് ഇഷ്ടമാണ്, പക്ഷെ നമ്മുടെ കാര്യത്തിലൊന്നും ഇടപെടാ അങ്ങനെ. മാത്രമല്ല അവർക്ക് ഭയങ്കര സ്നേഹമാണ്. ഞാൻ പൊതുവെ ഒരു അധികം ആൾക്കാർ കണ്ടത്. പക്ഷെ നമ്മളെ കുട്ടികൾ കുറച്ചൊക്കെ അത് യൂസ് ചെയ്യണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പ്രത്യേകിച്ച് മാർക്കറ്റിലൊക്കെ ഭയങ്കര ബാർഗനിങ് ആണ് കേട്ടോ. പക്ഷെ അത് നല്ല കാര്യമാണ്. പക്ഷെ അത് അവർക്ക് എത്രത്തോളം ഫ്രണ്ട്സ് ആയിട്ട് പോകുമ്പോൾ ബാർഗനിങ് ഒരു രസമാണ്. അതെ, അല്ല യൂസ് ചെയ്യാൻ മീൻസ് അത് എത്രത്തോളം അവർക്ക് ഇഷ്ടപ്പെടുന്നു അറിയാം. പക്ഷെ സ്റ്റിൽ അപ്പൊ നമ്മളെ ഇന്ത്യക്കാർക്ക് ഇപ്പൊ നല്ല വാല്യൂ ഉണ്ട്. ഒരു പരിധി അവരത് എൻജോയ് ചെയ്യുന്ന ഭയങ്കര നമ്മളായിട്ട് ഭയങ്കര കമ്പനി ആയിട്ടാണ്. പിന്നെ ഇന്ത്യക്കാരെ അവര് ട്രീറ്റ്മെന്റിനും കാര്യങ്ങൾക്കൊക്കെ പല ആവശ്യത്തിനും അവര് ഇന്ത്യയിൽ വരുന്നുണ്ട്. ഡൽഹിയിൽ പർച്ചേസ് ചെയ്യാൻ അങ്ങനെ പല കാര്യത്തിലും അവർ ഇന്ത്യയിൽ വരുന്നതാണ്. അപ്പൊ ഈ രീതിയിലൊക്കെ വരുമ്പോൾ അവർക്ക് നമ്മളെ ഭയങ്കര റെസ്പെക്റ്റും കാര്യങ്ങളാണ് സാധാരണ രീതിയിലുള്ളത്. നമ്മുടെ ഭാഷ മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചൊക്കെ അവര് ഭയങ്കര എക്സൈറ്റഡ് ആണ്. മാത്രമല്ല അവര് ബോളിവുഡ് സിനിമകൾ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഷാരൂഖ് ഖാൻ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് അത്രയും സ്നേഹമായിട്ട് സംസാരിക്കുന്നവരാ. എനിക്ക് അല്ലാത്തവരും ഉണ്ട് കേട്ടോ. അതെ അതെ. പിന്നെ ശ്രീലക്ഷ്മി ഇപ്പം നമ്മൾ ഡോക്ടർ എക്സ്പേർട്ടിന്റെ സ്റ്റുഡന്റ് ആണ്. അപ്പൊ നിങ്ങൾ അവിടെ എത്തി. നമ്മൾ ഇതുവരെ നിങ്ങളെ കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിക്കാരം സ്വാഭാവികമായിട്ടും. ശ്രീലക്ഷ്മിക്ക് എന്താണ് ഫീൽ ചെയ്തത്? ഞാനിപ്പോൾ ശ്രീലക്ഷ്മിയാണ് നാട്ടിലുണ്ടായിരുന്നത്. ശ്രീലക്ഷ്മിയാണ് എനിക്ക് നമ്മുടെ ഓഫീസിന്റെ തൊട്ടടുത്തുള്ള ആള്. ആ രീതിയിലാണ് ശ്രീലക്ഷ്മിനെ ഞാൻ വിളിച്ചിട്ടുള്ളത്. ശ്രീലക്ഷ്മിക്ക് ഡോക്ടർ എക്സ്പേർട്ട് ജൂനിക്സിന്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ നമ്മളെ സ്റ്റാഫാണെങ്കിൽ ഞങ്ങളെ ഒരു ടീമിനെ അവിടെ ഞങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ടീം ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുന്നതാണ്. ഇപ്പം ഞാനാണെങ്കിലും നമ്മുടെ അനീബാണെങ്കിലും എല്ലാവരും അവിടെ വന്ന ആൾക്കാരാണ്. ആ രീതിയിൽ നിങ്ങൾക്ക് ഞങ്ങളോടുള്ള ഒരു എന്താ പറയുക ഒരു വിശ്വാസം എങ്ങനെയാണ്? അതേപോലെ ഞങ്ങൾ തിരിച്ച് നിങ്ങൾക്ക് ആ ഒരു സ്ഥാനത്ത് തരുന്നുണ്ടോ? എബ്രോഡ് MBBS എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രോപ്പർ ഗൈഡൻസ് വരേണ്ട സംഭവം. അപ്പൊ അതിൽ ഡോക്ടേഴ്സ് തന്നെ തരിക എന്ന് പറയുന്നത് അതിലും വലിയൊരു കാര്യമാണ്.
അപ്പോൾ അതിൽ ഞാൻ 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഒബ്വിയസ്ലി എല്ലാവർക്കും വേറെ വേറെ അഭിപ്രായങ്ങളുണ്ടാവും. ഉറപ്പായിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നു ഓരോ ദിവസവും ബെറ്റർ ആയിക്കൊണ്ടിരുന്നിട്ടേ ഉള്ളൂ. നമ്മൾ വന്ന സമയത്ത് നമുക്ക് കംപ്ലയിൻസ് ഉണ്ടായിട്ടുണ്ട്, ഒരു കാര്യത്തിൽ നമുക്ക് ഇതുകൂടി ബെറ്റർ ആവായത് നമുക്ക് തോന്നിയിട്ടുണ്ട്. അറിയാലോ, സാറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരാഴ്ച, ഒരു 1.5 ആഴ്ചേന്റെ ഇടയിൽ അത് സോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പോകുമ്പോ തന്നെ എല്ലാം നന്നാക്കി വെക്കുന്നതിനേക്കാളും അതിനൊരു കാര്യം കൂടി പറയാം. നമ്മള് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് നമ്മൾ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു 5 സ്റ്റാർ ട്രീറ്റ്മെന്റിന്റെയും മുകൾക്കാണ് കിട്ടിയിട്ടുണ്ടാവുക. അതെ, സ്വാഭാവികമായിട്ട് നമ്മൾ വേറെ രാജ്യത്ത് വരുമ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ടാവും. പക്ഷെ നിങ്ങൾ എന്ത് അഡ്രസ്സ് ചെയ്തോ ആ കാര്യം ഞങ്ങൾ 100% എഫേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ രാജ്യമാണ്, ചില പരിമിതികൾ ഉണ്ടാവും. പക്ഷെ എന്നാലും ആ പരിമിതികൾക്കിടയിൽ നിന്നിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ അങ്ങനെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടോ? സത്യമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ലൈക്ക് നിങ്ങൾ അവിടെ അധികം നിങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 1 മാസമായിട്ട് സാറ് തിരിച്ചു പോന്നിട്ടായിട്ടുണ്ട്. അപ്പൊ അതന്നെ നമുക്ക് വലിയൊരു ആശ്വാസമാണ്, നമ്മുടെ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഉള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ള അഡ്രസ്സ് ചെയ്തിട്ടുള്ള എല്ലാ കംപ്ലയിൻസും ഒരു പരിധി വരെയും അത് ആ സമയത്ത് തന്നെ സോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ടായാലും അതൊക്കെ ക്ലിയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അവിടെ എനിക്ക് തോന്നുന്നു വന്ന ടൈമിൽ കംപ്ലയിന്റ് ഉണ്ടായിരുന്നു, ഒന്ന് ഫുഡിന്റെ കാര്യം, കുറച്ച് ടൈമിങ് കാര്യങ്ങൾ അതിനെ ഫോളോ ചെയ്യുന്ന മെനു അതിപ്പോൾ കംപ്ലീറ്റ്ലി സോൾഡ് ആണ്. കാരണം കേരള മെസ്സാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ബാത്റൂമിന്റെ കാര്യമായാലും റൂമിന്റെ കാര്യമായാലും ഒക്കെ ഇപ്പൊ എനിക്കത് ആക്ച്വലി അവിടെ സോൾഡ് ആണ്. ഇപ്പൊ അവിടെ നമുക്ക് എടുത്ത് പറയാൻ മാത്രം ഇത് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാൻ മാത്രം ഒരു പ്രശ്നവും അവിടെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇനിയിപ്പോ ഡോക്യുമെന്റേഷന്റെ കാര്യത്തിൽ അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതിലേക്ക് 0.01% പോലും ഇല്ല ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല. എല്ലാം ഏജൻസി വഴിയായിരുന്നു നടന്നിരുന്നത്. എല്ലാം നമ്മൾ ഓഫീസിലേക്ക് മാം വിളിക്കുമ്പോൾ ഇപ്പൊ അക്കൗണ്ടൻസി എന്തായാലും വിളിക്കാൻ നമ്മൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, അത്രല്ല നമ്മൾ ഒരു തലവേദന നമുക്ക് ഉണ്ടായിട്ടില്ല. ഒക്കെ ഓഫീസ് വഴി തന്നെയായിരുന്നു. അത് എന്താ പറയാ, ഡേ ടു ഡേ വിളിച്ച് ഇങ്ങനെയാണ് ഈ ഒരു ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങളാണ് നടക്കുന്നത്, എന്താ ചെയ്യുന്നതെന്ന് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഫീ പേയ്മെന്റിന്റെ കാര്യമായാലും വളരെ ക്ലിയർ ആയിട്ട് ഇതിന് വേണ്ടിയിട്ടാണ് എങ്ങോട്ടാ പേ ചെയ്യേണ്ടത് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് അതന്നെ വലിയൊരു ആശ്വാസമാണ്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞു, അതോടുകൂടി സാധാരണ രീതിയിൽ ഇപ്പൊ നിങ്ങളെ കൂടെ തന്നെ നിൽക്കുന്ന നമ്മളെ അണ്ടറിലുള്ള പല കൺസൾട്ടൻസികളും സ്റ്റുഡൻസ് അവിടെ ഉണ്ടല്ലോ, അവരാരും തിരിഞ്ഞു നോക്കണ പോലുമില്ല. പക്ഷെ നമ്മൾ ത്രൂ ഡയറക്റ്റ് എടുത്തതുകൊണ്ടും നമ്മൾ ഡയറക്റ്റ് കോൺടാക്ടേഴ്സ് ആയതുകൊണ്ടും നിങ്ങൾ എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഇപ്പോഴും ആഫ്റ്റർ സർവീസ് നിങ്ങളെ കൂടെ ഉണ്ട്. ഈവൻ ശ്രീലക്ഷ്മിനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ശ്രീലക്ഷ്മി വന്നത് തന്നെ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണോ? ഉറപ്പാണ് ഈ 6 years ഈ സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും, എനിക്ക് 100% ഉറപ്പുണ്ട്. ആ ഒരു ഇതാണ് ഞങ്ങൾ എന്താ പറയാ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം അല്ലെങ്കിൽ ശ്രീലക്ഷ്മി ഇങ്ങോട്ട് വരൂല. കാരണം ശ്രീലക്ഷ്മി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. കാരണം ഓക്ക് അഡ്മിഷൻ കിട്ടി, ഓൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിങ്ങോട്ട് വരുന്നത് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് നമ്മളെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനെ പോലെയാണ്. തിരിച്ച് അവരും നമ്മൾ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പം ഈ ഒരു വിശ്വാസം ഞങ്ങൾക്ക് ഇനിയും വരുന്ന കുട്ടികൾക്കും പേരൻസിനും കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. സോ ഞങ്ങളെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെയുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു തരും. ഇത് ഡോക്ടർ ഉസൈറിൻ്റെ, ഡോക്ടർ എക്സ്പേർട്ട് എജുലിങ്സിൻ്റെ ഞങ്ങളുടെ ടീമിൻ്റെ ഒരു ഗ്യാരണ്ടിയാണ്. ശ്രീലക്ഷ്മി ഒരുപാട് താങ്ക്സ്. കാരണം ഇപ്പോൾ നാളെ രാത്രി തിരിച്ചു പോവാണ്. ആ തിരക്കിനിടയിലും വന്ന് സംസാരിക്കാൻ ഞങ്ങളോട് തന്ന സ്നേഹത്തിന് വളരെയധികം നന്ദി. താങ്ക് യു. Daughter Expert Edulinks. Be a doctor by doctors.